മതവും മനുഷ്യ അവകാശവും. ഈ ചിന്താ പരമ്പരയിലേക്ക് ഏവരെയും സസന്തോഷം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഏതാനും വീഡിയോകളിൽ ഒരു 6-7 വീഡിയോകൾ ഉൾക്കൊള്ളുന്ന ഒരു സീരീസിൽ വളരെ അടിസ്ഥാനപരമായ ചിന്തിക്കുവാൻ താല്പര്യമുള്ള, സാമാന്യഗതിയിലെങ്കിലും അഭിമാനത്തോടെ ജീവിക്കുവാൻ താല്പര്യമുള്ള എല്ലാ വ്യക്തികളും ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില പ്രമാണങ്ങളാണ് ഈ വീഡിയോ സീരീസിൽ കൂടെ, അതായത് മതവും മനുഷ്യ അവകാശവും എന്ന പൊതുവായ ആശയത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ 6-7 വീഡിയോകളിൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നത്, ഇന്നു മുതൽ ആരംഭിക്കുന്നത്. ഈ ഓരോ വീഡിയോകളും എൻ്റെ പതിവുള്ള താരിപ്പിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൽ നിന്ന് അല്പം വ്യത്യസ്തമായി 10 മിനിറ്റ് കൂടിപ്പോയാൽ 12 മിനിറ്റിൽ കൂടുതൽ ദീർഘമുണ്ടാകുന്നതല്ല. അതുകൊണ്ടാണ് വിഷയത്തെപ്പറ്റി കൂടുതൽ വീഡിയോകൾ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഓരോ വീഡിയോയിലും പ്രധാനമായും ഓരോ ആശയമായിരിക്കും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് ഏവരും ചർച്ചയ്ക്ക് വിധേയമാക്കി അത് ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ ചിന്തകളുടെ വെളിച്ചത്തിൽ യഥാർത്ഥത്തിൽ അർത്ഥവത്താണോ എന്ന ഒരു അന്വേഷണം ഏവരും നടത്തുവാൻ തുനിയണം എന്ന ഒരേ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മതവും മനുഷ്യ അവകാശവും. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ലോകത്തിൽ എല്ലായിടത്തും മത സ്വാതന്ത്ര്യമുണ്ട്. മതസ്വാതന്ത്ര്യത്തിന് വളരെ വലിയ പ്രാധാന്യം എല്ലാ ന്യായ സംഹിതകളിലും ലോകത്തെമ്പാടും ഒരു വ്യത്യാസവുമില്ലാതെ കൽപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന് മതസ്വാതന്ത്ര്യം അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു അവകാശമാണ് എന്ന ഒരു തിരിച്ചറിവ് ലോകത്തെമ്പാടുമുണ്ട്. അത് ഏവർക്കും പരിചയമുള്ളതാണ്. നമ്മുടെ ഭരണഘടനയിൽ 25-ാം അനുച്ഛേദം മുതൽ 30 അനുച്ഛേദം വരെ ആർട്ടിക്കിൾസ് 25 to 30 ഇത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ആർട്ടിക്കിൾ 25 25-ാം അനുച്ഛേദമാണ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അവരുടെ മതം ആചരിക്കുവാനും അറിയിക്കുവാനും ഉള്ള അവകാശമുണ്ട്. ടു പ്രാക്ടീസ്, പ്രീച്ച് ആൻഡ് പ്രൊപ്പഗേറ്റ്. 3 വാക്കുകളാണ്. ആചരിക്കുക, അത് പ്രചരിപ്പിക്കുക, മറ്റുള്ളവരിൽ എത്തിക്കുക. പ്രാക്ടീസ്, പ്രീച്ച് ആൻഡ് പ്രൊപ്പഗേറ്റ്. അതിന് ചില നിബന്ധനകൾ കൊണ്ടുവരുവാൻ സർക്കാരിന് അവകാശമുണ്ട് എന്നും ഭരണഘടന പറയുന്നത്. നമുക്ക് നിയമമല്ല നമ്മുടെ വിഷയം. അപ്പോൾ ഈ മത സ്വാതന്ത്ര്യം ഇത് മനുഷ്യൻ്റെ മനസാക്ഷിയുടെ സ്വാതന്ത്ര്യമാണ്. വാസ്തവത്തിൽ ഇത് മതസ്വാതന്ത്ര്യത്തെക്കാൾ മനുഷ്യൻ്റെ മനസാക്ഷിയുടെ സ്വാതന്ത്ര്യമാണ്. ആ മനസാക്ഷി സാധാരണ പ്രകടിപ്പിക്കപ്പെടുന്നതിൻ്റെ പ്രധാന മേഖല മതമാണ് എന്ന ഒരു സങ്കല്പത്തിലാണ് ഇതിങ്ങനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാം ഇതുവരെ മനസ്സിലാക്കിയത് മതസ്വാതന്ത്ര്യം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മതസ്വാതന്ത്ര്യത്തിന് കോട്ടം വരുത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി കുറയ്ക്കുന്ന എന്തെങ്കിലും ഒരു നടപടി, ഒരു നിയമം അല്ലെങ്കിൽ നിലപാട് സർക്കാർ സ്വീകരിച്ചാൽ അതിനെതിരെ നിശിതമായ വിമർശനവും വേണ്ടി വന്നാൽ തെരുവ് യുദ്ധവുമായി മതസംരക്ഷകർ ഇറങ്ങിത്തിരിക്കും. നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ, ആവേശത്തോടെ, എരിവോടുകൂടെ സംരക്ഷിക്കപ്പെടുന്ന ഒരു അവകാശമാണ് ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന അവകാശം. പക്ഷേ ഞാൻ അതിനെപ്പറ്റിയല്ല പറയാനത്. ഞാൻ മനുഷ്യ അവകാശ സ്വാതന്ത്ര്യം എന്നാണ് പറഞ്ഞത്. മതവും മനുഷ്യ അവകാശ സ്വാതന്ത്ര്യം. ഇനിയും മനുഷ്യ അവകാശമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വക്കീലന്മാർ അല്ലെങ്കിൽ നിയമവിദഗ്ധന്മാർ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലേ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ അവകാശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിന്തിക്കാനുള്ള അവകാശം, അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശം, സഞ്ചാര സ്വാതന്ത്ര്യം, തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം ആർജിക്കാനുള്ള അവകാശം, ഇങ്ങനെ മനുഷ്യാവകാശം. മനുഷ്യനായതുകൊണ്ട് അവന് അർഹിക്കുന്ന സ്വാതന്ത്ര്യത്തെയാണ് നാം മനുഷ്യാവകാശം. ഇപ്പോൾ കാളയ്ക്കും
പൂച്ചയ്ക്കും പട്ടിക്കും ആനയ്ക്കും കടുവായ്ക്കും പരുന്തിനും കോഴിക്കും ഈ മനുഷ്യ അവകാശമില്ല. മനുഷ്യനായതുകൊണ്ട് അവൻ അർഹിക്കുന്ന ചില അവകാശങ്ങളുണ്ട്. അതിനാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ വിഷയത്തെ പിന്തുടർന്ന് ചിന്തിക്കുന്നതിനായി ഞാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ആകുവാനുള്ള അവകാശത്തെ പറ്റിയാണ്. ഇത് വളരെ വളരെ ശ്രദ്ധേയമാണ്. സാധാരണ മനസ്സിലാക്കിയിരിക്കുന്നത് മനുഷ്യനായതുകൊണ്ട് ഉള്ള അവകാശം. എൻ്റെ പ്രധാനപ്പെട്ട കരുതൽ അതല്ല. എൻ്റെ പ്രധാനപ്പെട്ട ചിന്തയും ചിന്താഭാരവും ലക്ഷ്യവും അതല്ല. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ എല്ലാവിധമായ ചിന്തകളെയും പ്രവൃത്തികളെയും ലക്ഷ്യങ്ങളെയും ഒന്നുപോലെ രൂപീകരിച്ചിരിക്കുന്ന, സ്വാധീനിക്കുന്ന, കരുപ്പിടിപ്പിക്കുന്ന ലക്ഷ്യം മനുഷ്യരുടെ വിവിധമായ ലോകത്തെമ്പാടും വിഭാവന ചെയ്യപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതല്ല. എല്ലാവരും അവഗണിച്ച് വച്ചിരിക്കുന്ന മനുഷ്യരായി തീരുവാനുള്ള അവകാശം, ദ റൈറ്റ് ടു ബിക്കം ഹ്യൂമൻ, അതിനെപ്പറ്റി ആരും പറയുന്നില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ കഴിഞ്ഞ 25 വർഷത്തെ സാഹിത്യമോ എഴുത്തുകളോ പ്രസംഗങ്ങളോ മാധ്യമപരമായ പ്രസ്താവനകളോ അല്ലെങ്കിൽ ചർച്ചകളോ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കും. ആരും മനുഷ്യനായി തീരുവാനൊരു അവകാശം ഉണ്ടാകണം, അതിനെപ്പറ്റി ആരും പറയാറില്ല. വാസ്തവത്തിൽ ലോകത്തെമ്പാടും ഒന്നുപോലെ ഹനിക്കപ്പെടുന്നത് ആത്യന്തികമായി മനുഷ്യനായതുകൊണ്ടുള്ള അവകാശങ്ങളല്ല. അതുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഏറ്റവും അടിസ്ഥാനപരമായി നിഷേധിക്കപ്പെടുന്നത് മനുഷ്യനാകുവാനുള്ള അവകാശമാണ്. എനിക്കതിനെപ്പറ്റിയാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം മനുഷ്യനായി തീർന്ന ശേഷമുള്ള അവകാശങ്ങളെപ്പറ്റി രാഷ്ട്രീയക്കാരും നിയമജ്ഞന്മാരും സാംസ്കാരിക നേതാക്കന്മാരും ബുദ്ധിജീവികളും സംസാരിക്കുന്നവർ വളരെയധികം പേരുണ്ട്. പക്ഷേ മനുഷ്യൻ ആകാനുള്ള ആ ഒരു ആവശ്യത്തെയും അവകാശത്തെയും പറ്റി വേണ്ടതുപോലെ ഒന്ന് പ്രതിപാദിക്കുവാൻ ആരും കൂട്ടാക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഈ വിഷയത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുവാൻ താല്പര്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ മതവും മനുഷ്യനായി തീരുവാനുള്ള അവകാശവും തമ്മിലുള്ള ഈ ബന്ധത്തെ കുറച്ച് വിശദീകരിച്ച് ഒന്ന് വിശ്ലേഷണം ചെയ്യുവാൻ ചുമതലയുണ്ട് എന്ന് തോന്നുവാനിടയായത്. മതമാണ് ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു അവസ്ഥയിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ വീഡിയോയിൽ ഞാൻ കിടക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. നസ്രയനായ യേശു ദൈവപുത്രനായിട്ടല്ല ലോകത്തിൽ വന്നത്, അവൻ മനുഷ്യപുത്രനായിട്ടാണ് വന്നത്. യേശു ഒരിക്കൽ പോലും തന്നെ ദൈവപുത്രൻ എന്ന പദവി ഉപയോഗിച്ച് പരാമർശിച്ചിട്ടില്ല. മനുഷ്യപുത്രൻ 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 എന്നിട്ട് പറയുന്നു ഞാൻ തന്നെ വഴിയാണ്. യേശു എന്തിൻ്റെ വഴിയാണ് എന്ന് ക്രിസ്ത്യാനിക്ക് അറിഞ്ഞേകൂടാ. മനുഷ്യത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയാണ് യേശു എന്ന് ഞാൻ പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും പല്ലുഞ്ഞിരിക്കും. കാരണം അവർക്ക് ആയുസ്സിൽ ഒരിക്കൽ പോലും ഈ അടിസ്ഥാന സത്യം മനസ്സിലാക്കാനുള്ള അവസരം ലഭിച്ചില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ മാത്രമേ എനിക്ക് അതിശയമുള്ളൂ. 4 സുവിശേഷങ്ങൾ വേണ്ടതുപോലെ അരനൂറ്റാണ്ട് അരച്ച് കലക്കി കുടിച്ച് മനസ്സിലാക്കാൻ ആജീവനാന്തം ശ്രമിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെ സ്പഷ്ടമായി ബോധ്യപ്പെട്ടിട്ടുള്ളത് യേശു വഴിയാണ്, യാതൊരു സംശയമില്ല. ഞാൻ തന്നെ വഴി, യേശു തന്നെയാണ് വഴി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എന്തിലേക്കുള്ള വഴിയാണ്? മനുഷ്യപുത്രൻ വഴിയാണ് എന്ന് പറയുമ്പോൾ യാതൊരു സംശയം വേണ്ട, മനുഷ്യത്വത്തിലേക്കുള്ള വഴിയാണ്. സ്വർഗത്തിലേക്കുള്ള വഴി ആയിട്ടാണ് വന്നതെങ്കിൽ യേശു തന്നെ സ്വർഗപുത്രൻ എന്ന് തന്നെ പറയുമായിരുന്നു. അങ്ങനെ മലയാളത്തിൽ പാട്ടുണ്ടല്ലോ, പുത്രനല്ല പുത്രി, സ്വർഗപുത്രി നവരാത്രി. അപ്പോൾ സ്വർഗപുത്രിയുണ്ട്, സ്വർഗപുത്രനുമുണ്ട്. യേശുവിന് ആ ഒരു വലിയ ഒരു ടൈറ്റിൽ, ആ ഒരു തലപ്പാവ് വെച്ച് നടക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് യേശു തന്നെ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞത്? എന്നിട്ട് ഞാൻ വഴിയാകുന്നു എന്ന് പറയുന്നൊരു കാര്യം എന്താണ്? മനുഷ്യത്വത്തിലേക്കുള്ള വഴിയാണ് ഞാൻ.
ഇതിനിടയിൽ സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. നമുക്ക് പരിണാമവാദത്തെപ്പറ്റി, പരിണാമ സിദ്ധാന്തത്തെപ്പറ്റി നമുക്ക് അല്പമൊക്കെ മുറി അറിവുകളുണ്ട്. ആരും ഇതൊന്നും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചിട്ടുള്ളതല്ല. അപ്പോൾ കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഇങ്ങനെ രൂപപ്പെട്ടു വന്നത് എന്ന ഒരു തിയറിയും അതെല്ലാവർക്കും പരിചയമുള്ളതാണ്. എന്നാൽ അത്ര പരിചയമില്ലാത്ത വേറൊരു ചിന്താഗതിയുണ്ട്. അതെന്താണ്? മനുഷ്യനിൽ നിന്നാണ് കുരങ്ങുണ്ടായത് എന്ന ഒരു വാദവുമുണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു തിയറി കുരങ്ങ് ഇങ്ങനെ മെച്ചപ്പെട്ട് വന്ന് നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടി, ഒരു 10 വർഷം ബാറയ്ക്ക് മുറവനൊക്കെ അടിച്ച് ക്രിയലൈസോൺ വരച്ച് അവൻ മനുഷ്യനായി തീർന്നു എന്നൊരു സങ്കല്പം. അങ്ങനെയല്ല. അത് ജീവിത സാഹചര്യങ്ങളോട് മല്ലിട്ട് സ്പെഷ്യലൈസേഷൻ അങ്ങനെ വന്ന് സാഹചര്യങ്ങളോട് അതിനനുസരിച്ച് വികസിച്ചെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് അപ്രത്യക്ഷമാകും. സ്പെഷ്യലൈസേഷൻ. അങ്ങനെ സ്പീഷീസ് കടന്നു പോകുന്ന വിവിധ പരിണാമ ഘട്ടങ്ങൾ, അതിൻ്റെ ഫലമായി ഒരു പ്രത്യേകമായ സൃഷ്ടി ഉണ്ടാകുന്നു എന്ന ഈ വാദം, അത് ഹെറിഡിറ്റിയും ഈ സ്പെഷ്യലൈസേഷൻ കൂടുമ്പോൾ മാത്രമേ ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് സ്പീഷീസിൽ ഡാർവിൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പ്രോസസ് ശരിയാകുകയുള്ളൂ. അപ്പോൾ മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ച് വന്നതാണോ, കുരങ്ങ് മനുഷ്യരിൽ നിന്നാണോ എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രശ്നമല്ല. ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതെന്ന് മാത്രം. കാരണം ഇതിനകത്ത് അർത്ഥമുണ്ട്. അത് ഞാൻ ഇനിയും പിൻവരുന്ന വീഡിയോകളിൽ ഞാനത് ഉപയോഗിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു വെച്ചു, ഒന്ന് ഫ്ലാഗ് ചെയ്യുന്നു, അത്രമാത്രം. അപ്പോൾ യേശു മനുഷ്യപുത്രനാണ് എന്ന ആ ഒരു ടൈറ്റിലിൽ, അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റിയിൽ ഈ ഭൂമിയുടെ പരപ്പിൽ ദൗത്യ നിർവഹണം നടത്തിയത് മനുഷ്യത്വം പ്രാപിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ മനുഷ്യത്വം എന്നേ കളഞ്ഞു കുളിച്ച ഈ ഒരു പ്രത്യേകതയുള്ള സൃഷ്ടിയെ മനുഷ്യത്വത്തിലേക്ക് കൈപിടിച്ച് നടത്താനാണ് യേശു വന്നത് എന്നത് മനസ്സിലാക്കാതെ യേശുവിൻ്റെ ദൗത്യത്തെ, അതിൻ്റെ ആത്മീയമായ അർത്ഥത്തെ, അതിൻ്റെ അത്ഭുതകരമായ സാധ്യതകളെ ആർക്കും തിരിച്ചറിയാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പലരും യേശു ഉദ്ദേശിച്ചത് എന്താണെന്നതിനെപ്പറ്റി എട്ടും പൊട്ടും അറിയാതെ, സഭകളിൽ ചിലർ ഏതാണ്ടൊക്കെ പറയുന്നു, പരമ്പരാഗതമായ ചില ആശയങ്ങൾ, അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു, അതിൻ്റെ ആകത്തുകയാണ് യേശു എന്ന വലിയ മൗഢ്യത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത്. അവർക്ക് വേദം ഓതാൻ ഞാൻ ആളല്ല, എങ്കിലും അവസാന ശ്വാസം വരെയും അറിയുന്ന സത്യം ജനങ്ങളെ അറിയിച്ചുകൊണ്ടേ ഇരിക്കും, അതിൻ്റെ കടമയാണ് എന്ന് ഞാൻ ഈ സമയത്തൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ യേശു മനുഷ്യത്വത്തിലേക്കുള്ള വഴിയാണ്, മനുഷ്യപുത്രൻ. അവനോട് മതം എന്താണ് ചെയ്തത്? പിടിച്ച് ഗോൽഗോഥായിൽ, കാൽവറി മലയുടെ മുകളിൽ 3 ആണിമേൽ തറച്ച് തൂക്കിക്കൊന്നില്ലേ? മതവും മനുഷ്യത്വവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരാവിഷ്കാരമാണ് കാൽവറിയിൽ നടന്നത് എന്നത് ആരും തിരിച്ചറിയുന്നില്ല. ഇനി അങ്ങോട്ടുള്ള വീഡിയോകൾ നിങ്ങൾ ക്ഷമയോടെ പരിശോധിക്കുമെങ്കിൽ ഇതിൻ്റെ വിവിധ മുഖങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ മതത്തിൻ്റെ ഏത് ആചാരം എടുത്താലും അതിലൊന്നിൽ പോലും നൈസർഗികമായി മനുഷ്യർ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, സംസാരിക്കുന്നത്, ഇരിക്കുന്നത്, നടക്കുന്നത്, ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കുന്നത്, ഇതുമായി യാതൊരു ബന്ധവും ഉണ്ടാകുകയില്ല. മനുഷ്യത്വത്തിൽ നിന്ന് എത്രമാത്രം അകലെയാണ് ഇതുകൊണ്ട് വച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് മതവും മനുഷ്യ അവകാശവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ വിഭാവന ചെയ്തിട്ടുള്ള ഈ വീഡിയോയുടെ ഉള്ളടക്കം മതമേഖലയിൽ ഒരു പ്രമാദമായ പ്രശ്നം, നമുക്ക് ഒരു വിധത്തിലും അവഗണിച്ചുകൂടാൻ വയ്യാത്ത, നാം ഒരു വിധത്തിലും അവഗണിക്കരുതാത്ത ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്, സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ബോധമുണ്ടാകണം. ഇത് എൻ്റെ അഭിപ്രായമല്ല. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആദ്യം മുതൽ അവസാനം വരെ ഇത് തന്നെയാണ് ചെയ്തത്.
എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് യേശു ആരാണെന്നും യേശു എന്ത് പറഞ്ഞുവെന്നും എന്ത് പ്രവർത്തിച്ചുവെന്നും നാം അറിയുന്നത് നാം അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടില്ല, മറ്റാരോ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വരവും സ്വഭാവവും നമുക്ക് വ്യക്തിപരമായി അന്വേഷിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മനുഷ്യന് ഏറ്റവും അനിവാര്യമായൊരു അവകാശം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ. ഇനിയും നാം അറിയേണ്ട ഒരു കാര്യം, വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് എന്താണ് പറയുന്നത്? ദൈവം മനുഷ്യനെ ആദാം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നേ അർത്ഥമുള്ളൂ. ആദാം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ഹവ എന്ന് പറഞ്ഞാൽ സ്ത്രീ. മനുഷ്യരെ സൃഷ്ടിക്കാമെന്നാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വരുവീൻ നാം നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിക്കാമെന്നാണ് പറയുന്നത്. ദൈവം സൃഷ്ടിച്ചത് മനുഷ്യരെയാണ് എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യത്വത്തെയാണ്. ആ മനുഷ്യത്വത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം വാസ്തവത്തിൽ അടിസ്ഥാനപരമായി സൃഷ്ടിച്ചത് ആദാമിനെ ഹവ്വായുമല്ല, മനുഷ്യത്വമാണ് സൃഷ്ടിച്ചത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് അവൻ പറഞ്ഞു, വെളിച്ചമുണ്ടായി. ആ വെളിച്ചത്തിൻ്റെ ഏറ്റവും മഹനീയമായ ആവിഷ്കാരമാണ് മനുഷ്യത്വം എന്നുള്ളത്. വെളിച്ചമില്ലാത്ത മനുഷ്യത്വമല്ല, കാടത്വമാണ്. അതിപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ആ സൂര്യനെ പോലെ തേജസ്സോടെ വസിക്കേണ്ട, പ്രവർത്തിക്കേണ്ട, നിലകൊള്ളേണ്ട മനുഷ്യത്വം എന്താണ് എന്നത് രണ്ട് ഉദാഹരണങ്ങളിൽ കൂടെ ദൈവം ചരിത്രത്തിൽ ആവിഷ്കരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ആദാമും ഹവ്വായും. അപ്പം ദൈവം ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചു എന്നല്ല നാം പ്രധാനമായും കരുതേണ്ടത്. ദൈവം മനുഷ്യത്വം സൃഷ്ടിച്ചു. അതിങ്ങനെ ആയിരിക്കും എന്ന് വെളിപ്പെടുത്തേണ്ടതിന് രണ്ട് ഉദാഹരണങ്ങൾ നൽകി. ഇനിയും നാം പെട്ടെന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ 2 മിനിറ്റ് കൊണ്ട് നിർത്താൻ പോകുകയാണ്. യേശു തന്നെ അവതരിപ്പിക്കുന്നത് എന്താണ്? രണ്ടാമത്തെ യേശുവിനെ തന്നെ അല്ല, പുതിയ നിയമത്തിൽ എപ്രകാരമാണ് യേശുവിനെ രണ്ടാമത്തെ ആദം എന്നാണ്. യേശു മനുഷ്യപുത്രനാണ്. മനുഷ്യരായാൽ എങ്ങനെ ആയിരിക്കണം എന്നത് ഇപ്രകാരം വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് ആദാമിൽ കൂടെയും ഹവ്വായിൽ കൂടെയും അവരുടെ പതനത്തിന് മുൻപ്, അവരുടെ അധപ്പതനത്തിന് മുൻപ് അവരായിരുന്ന അവസ്ഥയിൽ കൂടെ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് തിരിച്ചറിയേണ്ടതിന് അവരെ ആക്കി വെച്ചുവോ, അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ സാക്ഷികളായ ആദാമിനെ ഹവ്വായെയും അവിടെ ആക്കി വെച്ചുവോ, അതുപോലെ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന വിധത്തിലാണ് പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ മനുഷ്യത്വം എന്നാൽ എന്താണ് എന്നത് വെളിപ്പെട്ട് വരേണ്ടതിനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. അപ്പോൾ അവനിൽ നോക്കിയാണ് വാസ്തവത്തിൽ മനുഷ്യത്വം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടത്. അപ്രകാരമുള്ള ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ നാം വളരെ വിലമതിച്ച് ആശ്രയിച്ച് അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഈ മതവും അതിൻ്റെ ആചാരങ്ങളും അതിൻ്റെ ചട്ടക്കൂടുകളും നമ്മെ സഹായിക്കുമോ, അല്ല അതിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുമോ? അതിൻ്റെ ഉത്തരമാണ് യേശുവിൻ്റെ ക്രൂശീകരണം. ഇത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണ്. ഇതിൻ്റെ നാനാമുഖമായ സാധ്യതകളെപ്പറ്റിയും ആശയങ്ങളെപ്പറ്റിയും അതിൻ്റെ ധ്വനികളെപ്പറ്റിയും നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് ഇതിനെപ്പറ്റി വ്യക്തത പ്രാപിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ദയവായി സമയം കണ്ടെത്തി ഈ അന്വേഷണ പരമ്പരയിൽ ഏവരും സഹകരിക്കണമെന്ന് സസ്നേഹം അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.